ഒരു പ്രധാന വാർത്തയിലേക്ക്. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സുപ്രീം കോടതിയിൽ. നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം പൂരം എഴുന്നള്ളിപ്പുകൾ നടത്താൻ കഴിയില്ലെന്ന് ഹർജിയിൽ പറയുന്നു. ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചു. ജെയ്സൺ ചാമവളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജെയ്സൺ, എന്തൊക്കെയാണ് ഹർജിയിലെ ആവശ്യങ്ങൾ? കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്തെ ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒന്നായിരുന്നു ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ വിവിധ ദേവസ്വങ്ങൾക്കെതിരെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് തൃശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് സംബന്ധിച്ച അപേക്ഷ സുപ്രീം കോടതി നൽകിയത്. ഇന്നാണ് കേസ് പരാതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലെ തീരുമാനങ്ങളനുസരിച്ച് ആഘോഷങ്ങളും ഉത്സവങ്ങളും നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമായും സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഇപ്പോൾ നിലവിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇനി മറ്റു ദേവസ്വങ്ങൾ കൂടി അതിൽ കക്ഷി ചേരുമോ എന്നുള്ളത് കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഏതായാലും സുപ്രീം കോടതിയിലേക്ക് ഇതിന്റെ നിയമയുദ്ധം പോകുന്നതിന്റെ ആദ്യഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ജെയ്സൺ, വലിയ പ്രതിഷേധമായിരുന്നു ഇക്കാര്യത്തിലുണ്ടായത്. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം പൂരം എഴുന്നള്ളിപ്പുകൾ നടത്താൻ കഴിയില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? പ്രധാനമായും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനങ്ങളും ഉത്തരവുകളും തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആനകൾ തമ്മിലുള്ള അകലം, അതുപോലെ തന്നെ ആനകളും മേളക്കാരും തമ്മിലുള്ള അകലം, ഇത്തരത്തിൽ നിരവധി കർശനമായ നിബന്ധനകളാണ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിലുള്ളത്. ആ ഉത്തരവുകളെല്ലാം പൂർണ്ണമായും റദ്ദ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പൂരങ്ങളും ഉത്സവങ്ങളും പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ളവ നടന്ന അതേ രീതിയിൽ തന്നെ നടത്താൻ വേണ്ട തീരുമാനങ്ങൾ സുപ്രീം കോടതിയിൽ ഉണ്ടാകണമെന്നതാണ് പ്രധാനമായും ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഈ ഹർജിയാണ് ഇപ്പോൾ കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്.